തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, ധനികനായ ഒരു യുവാവിന് ഒരു തത്തയുണ്ടായിരുന്നു. ഒരു ദിവസം തത്തയ്ക്ക് ചുമ പിടിച്ചു. അയാൾ തത്തയുമായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു. ഡോക്ടർ പറഞ്ഞു തത്തയ്ക്ക് ഓപ്പറേഷൻ വേണം. അത് കേട്ടപ്പോൾ അദ്ദേഹം ഒരു ഹോമിയോ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു. ഹോമിയോ ഡോക്ടർ പറഞ്ഞു ചികിത്സിച്ച് മാറ്റാം, പക്ഷെ 2 വർഷം പഥ്യമുണ്ട്. അത് കേട്ടപ്പോൾ യുവാവിന് വീണ്ടും സങ്കടമായി. തത്തയുമായിട്ട് നാട്ടുവൈദ്യൻ്റെ അടുത്ത് ചെന്നു. നാട്ടുവൈദ്യൻ പറഞ്ഞു മണ്ണിൽ കുഴിച്ചിട്ട് ചികിത്സിക്കണം. ഇതെല്ലാം കേട്ടപ്പോൾ യുവാവിന് ഭയങ്കര സങ്കടമായി. തത്തയുമായിട്ട് ആൾ വീട്ടിലെത്തി. വീട്ടിൽ വന്നിട്ട് ഈ തത്തയുടെ ചുമയെക്കുറിച്ചുള്ള ചിന്ത കൊണ്ട് ആൾക്ക് വല്ലാത്തൊരു നിരാശ കൊണ്ട് പൊതുവെ സിഗരറ്റ് വലിക്കുന്ന ശീലമുള്ള യുവാവ് കുറച്ച് കൂടുതൽ പുകവലിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ തത്തയുടെ ചുമയും കൂടി. ഒരാഴ്ചയോളം വീടിൻ്റെ അകത്ത് നിരാശപ്പെട്ട് പുകവലിച്ചിരിക്കുന്ന ഈ യുവാവ് പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല. തൊട്ടടുത്ത വീട്ടിലെ ടീച്ചർ ഈ യുവാവിനെ കാണാതായപ്പോൾ അന്വേഷിക്കാനായിട്ട് എത്തിയപ്പോൾ കാണുന്നത് കുറേ സിഗരറ്റ് കുറ്റികളും ഈ യുവാവും തത്തയുമാണ്. കാര്യം അന്വേഷിച്ചപ്പോൾ യുവാവ് പറഞ്ഞു, ടീച്ചർ, എൻ്റെ തത്തയ്ക്ക് ചുമയാണ്, എനിക്ക് ഭയങ്കര സങ്കടമാണ്. ടീച്ചർ ഉടനെ യുവാവിനോട് പറഞ്ഞു, ഈ തത്തയുടെ അസുഖത്തെ ചൊല്ലി നീ നിൻ്റെ ആരോഗ്യം കളയരുത്. ഇങ്ങനെ എന്തിനാ പുകവലിക്കുന്നത്? നീ ഇത് ആദ്യം അവസാനിപ്പിക്കും, തത്തയെ വേറെയും കിട്ടും. ഇത് കേട്ടതോടെ യുവാവിന് പുകവലി നിർത്തണമെന്നൊരു ഭയങ്കര ആഗ്രഹം. യുവാവ് പുകവലി നിർത്തി. അധികം താമസിയാതെ തത്തയുടെ ചുമയിൽ നിന്നു. എന്തായിരുന്നു തത്തയുടെ ചുമയ്ക്ക് പിന്നിൽ? പുക ശ്വസിച്ചതായിരിക്കാം എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ക്ഷമിക്കണം, അതല്ല. പൊതുവെ അനുകരിക്കുന്ന ശീലമുള്ള ഒന്നാണ് തത്ത. നമുക്കറിയാമല്ലോ, തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറയുമ്പോൾ അത് തന്നെ തത്തമ്മ ആവർത്തിക്കും. ഇവിടെ ആർക്കാണ് പുകവലി ശീലമുള്ളത്? തത്തയുടെ യജമാനൻ. ആർക്കാണ് നിരാശയുള്ളത്? അയാൾക്ക് തന്നെ. അയാൾ പുകവലി കൂട്ടുന്നു, അയാൾക്ക് തന്നെയാണ് ചുമയും ഉള്ളത്. സത്യത്തിൽ തത്ത ചെയ്യുന്നത് അനുകരിക്കലാണ്. ഈ യജമാനൻ ചുമക്കുന്നത് കാണുമ്പോൾ തത്തയത് അനുകരിച്ച് ചുമക്കുന്നതാണ്. പുകവലി നിന്ന് കഴിഞ്ഞപ്പോൾ വൈകാതെ നമ്മുടെ യുവാവിൻ്റെ ചുമ നിന്നു, തത്തയ്ക്ക് സുഖവും കിട്ടി. പ്രിയമുള്ളവരെ, നമ്മുടെ പരിസരത്തും നമ്മുടെ പ്രദേശങ്ങളിലും നമ്മുടെ വീടുകളിലുമൊക്കെ അശുദ്ധിയോ ആരോഗ്യപ്രശ്നമോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ തന്നെയാണ് ചികിത്സിക്കേണ്ടതെന്ന് എപ്പോഴും ഓർത്തിരിക്കണം. ഇതാണ് വിശുദ്ധിയുടെ ഒന്നാമത്തെ പാഠം. നന്ദി.